ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണല്ലോ കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടമായിരിക്കണം. എന്നാൽ പലപ്പോഴും കുടുംബജീവിതം വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാകാറുണ്ട്. ദൈവവചനം കുടുംബ പ്രശ്നങ്ങൾക്കിടയിലും നമുക്കെങ്ങനെ പ്രത്യാശയും സമാധാനവും കണ്ടെത്താം എന്ന് പഠിപ്പിച്ചു തരുന്നു. യേശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കും, പുള്ളിപ്പുലിയും കോലാടും ഒരുമിച്ച് കിടക്കും. ഈ മനോഹരമായ ചിത്രം നമ്മളുടെ കുടുംബങ്ങളിലെ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ മാറ്റി സമാധാനവും ഐക്യവും പുലരുന്ന ഒരു മനോഹരമായ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയും പിണക്കവും മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നുചേരാൻ നാം ആഗ്രഹിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളപ്പോഴാണ് ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും വിട്ടുവീഴ്ചകൾക്കും നാം തയ്യാറാകുക. സാത്താൻ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം പിണക്കങ്ങൾ ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കും. സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ മത്തായി 3:1-12 വരെയുള്ള വാക്യങ്ങളിൽ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രായോഗിക വഴികൾ നമുക്ക് നൽകുന്നുണ്ട്. മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരം എന്നാൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുക എന്നാണ്. കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിക്കുവാനും അവർക്ക് മാപ്പ് നൽകുവാനും മാപ്പ് ചോദിക്കുവാനും നാം തയ്യാറാകണം. കുടുംബം ദൈവം നമ്മളുടെ രക്ഷാകര പദ്ധതിക്ക് തന്നിട്ടുള്ള സംവിധാനമാണ്. ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെ നാം പുച്ഛിച്ച് അഹങ്കാരത്തോടെ ട്രീറ്റ് ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അത് ദൈവത്തിനോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. സ്നേഹമില്ലായ്മ, ദേഷ്യം, വിദ്വേഷം, സ്വാർത്ഥത എന്നിവ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം. കുടുംബങ്ങൾ ഇല്ലാതെ അനാഥരായി കഴിയുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കാനോ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം തന്നിരിക്കുന്ന ഓരോ മാധ്യമങ്ങളും ദൈവം തന്നിരിക്കുന്ന ഓരോ അവസ്ഥാവിശേഷങ്ങളും നമ്മളുടെ ആത്മാവിൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയാറുണ്ടോ? കുടുംബജീവിതം വിജയകരമാക്കാൻ പ്രത്യാശയും മാനസാന്തരവും ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നാം സമാധാനത്തിൻ്റെ വക്താക്കളാകണം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുന്ന ഈ ആഗമന കാലത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.